ഒരിക്കലും അല്ല യുവർ ഓണർ. ഈ നിൽക്കുന്ന അവന്തിക എന്ന വ്യക്തി കാരണം അപമാനിതരായതും എല്ലാം നഷ്ടപ്പെട്ടതും എന്റെ കക്ഷിക്കും കുടുംബത്തിനും മാത്രമാണ്. കോടീശ്വരനായിരുന്ന നെല്ലിശ്ശേരി സേതുമാധവന്റെ മകനായ എന്റെ കക്ഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാവോ? ജീവിക്കാൻ വേണ്ടി ടാക്സി ഓടിക്കുന്നു. ഇല്ല, ഈ പറയുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി തന്നതാ എനിക്കല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോഴും ആ മരുമകള് ആ കുടുംബത്തിന്റെ ഭാഗമാവണ്ടേ? അതിനർത്ഥം ഒരു ചതി ഉണ്ടെന്ന് തന്നെയാണ് യുവർ ഓണർ. അത് പിന്നെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടാക്കിയപ്പോ ഇവർ ഡിവോഴ്സ് ചെയ്യാനുണ്ടായത്. നോ യുവർ ഓണർ. നിയമപരമായി ഡിവോഴ്സ് ആയതിനു ശേഷമാണ് അവർ തമ്മിലുള്ള വിവാഹം നടന്നത്. ഇവർ സ്വന്തം ഭർത്താവിനെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് തെറ്റാണ് യുവർ ഓണർ. താങ്കൾ ഇരിക്കൂ. യു കണ്ടിന്യൂ. താങ്ക് യു യുവർ ഓണർ. എന്റെ കക്ഷിയും കുടുംബവും ചതിക്കപ്പെട്ടതാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും ഞാൻ ഈ കോടതി മുമ്പാകെ സമർപ്പിക്കാം. സേതുമാധവൻ അമ്മു എന്ന അനാഥക്കുട്ടിയുടെ പേരിൽ എഴുതി കൊടുത്ത സ്വത്തുക്കളുടെ രേഖകൾ ഉൾപ്പെടെ അത് കോടതിക്ക് പരിശോധിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട സിവിൽ കേസിന്റെ ഉത്തരവ് വരുന്നതുവരെ അവന്തിക അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട ഷെയറുകളോ അവന്തികയുടെ പേരിലുള്ള മറ്റു സ്വത്തുക്കളോ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനോ വിൽക്കാനോ പാടില്ലെന്ന് കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് എന്റെ അപേക്ഷ. എന്തിനെ? എന്റെ കക്ഷിക്കും കുടുംബത്തിനും അവകാശപ്പെട്ട സ്വത്തുക്കൾ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് പ്രതി മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുകയോ വിൽക്കുകയോ ചെയ്യുമെന്ന് എന്റെ കക്ഷി ഭയപ്പെടുന്നുണ്ട്. അതെങ്ങനെ നടക്കും? കമ്പനിയുടെ സ്വത്തുക്കൾ പൂർണ്ണമായും എന്റെ കക്ഷിയുടെ ഉടമസ്ഥതയിൽ മാത്രമാണ്. അതിലിവർക്ക് തർക്കമുണ്ടല്ലോ വക്കീലേ. യുവർ ഓണർ, കേസിന് ആസ്പദമായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ സമർപ്പിക്കാൻ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ശരി, സത്യം എല്ലാവർക്കും അറിയണമല്ലോ.